നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്ന് ഛത്തീസ്ഗഡിലാണെങ്കിൽ നാളെ കേരളത്തിലും വരാതിരിക്കാനുള്ള പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങണമെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘം വളർന്നാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വെട്ടിക്കളയാനുള്ള ആർജവം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപകടത്തിലാവും എന്നുള്ളതിനുള്ള തെളിവാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. വലിയ ദുഃഖം നൽകുന്നൊരു കാര്യം. ഒരു ആൾക്കൂട്ടങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന്. ഈ പ്രശ്നം ഞാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിൽ ആ ലോക്കൽ ന്യൂസുകാരൻ പറയുന്നത് FIR എടുക്കണമെന്ന്. പോലീസിനോട് പറയും FIR എടുക്കണമെന്ന്. അത് 3 പ്രാവശ്യം എന്റെ കാലുകൊണ്ട് ചവിട്ടി രാവിലെ തൊട്ട് ചവിട്ടുമാണ്. ഇപ്പൊ FIR ഇടണം. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കൂട്ടത്തിന്റെ ഒരു മോഡൽ. ഒരാള് എരിയേറ്റിയാൽ മതി, അപ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോവാം. തീർച്ചയായിട്ടും മനുഷ്യത്വപരമായിരിക്കണം നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ, ആർജവത്തോടുവരായിരിക്കണം നമ്മുടെ നിയമപാലകർ. അതിൽ ഭയപ്പെടാത്തവരായിരിക്കണം. എന്ത് തീരുമാനമെടുത്താലും ഭയപ്പെടാത്തവരായിരിക്കണം നമ്മുടെ ന്യായാധിപന്മാർ. ഇവിടെ ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുത്തുവാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾ വളർന്നാൽ ആ പെരയ്ക്ക് മകൾ വളരുന്ന മരത്തെ വെട്ടിക്കളയുവാനുള്ള ആർജവത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിന് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപകടത്തിലായിരിക്കുമെന്നുള്ളതിന് തെളിവാണ് ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റർമാരുടെ അറസ്റ്റ്. അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങൾ വളരെ ഖേദകരമായുള്ള കാര്യം. ഇന്ന് ഛത്തീസ്ഗഡായിരിക്കും, നാളെ കേരളത്തിലായിരിക്കും. ഇത് ഛത്തീസ്ഗഡ് അത് നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ആ കാര്യത്തിൽ ഇടപെട്ടത്. അതിൽ 2 സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതും തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കമാണ്. ആ കേസ് റദ്ദാക്കുന്നത് വരെ നീതി നടപ്പിലാവത്തില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാർഷിക മേഖലയിൽ വൻ നാശം വിതയ്ക്കുന്നതിനൊപ്പം കാട്ടാനകൾ വിദ്യാഭ്യാസത്തിനും ഭീഷണിയാകുന്നു. ജീവൻ പണയം വെച്ച് സ്കൂളിലെത്തേണ്ട ഗതികേടിലാണ് കൊമ്പുകുത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കോരുത്തോട് പെരുവന്താനം പഞ്ചായത്തുകളുടെ വനാതിർത്തി മേഖലയായ കൊമ്പുകുത്തിയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ഏക ആശ്രയമാണ് കൊമ്പുകുത്തി സർക്കാർ ഹൈസ്കൂൾ. എന്നാൽ ഇവിടേക്കുള്ള യാത്ര വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുകയാണ്. രാവിലെ 9 മുൻപ് അധ്യാപകർ സ്കൂളിലെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ മേഖലയിലേക്കുള്ള ഏക ബസ് മുണ്ടക്കയത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് രാവിലെ 8:45-നാണ്. സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ 9:30 കഴിയും. ഇതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ. ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആനയെ പേടിച്ചു വേണം യാത്ര ചെയ്യാൻ. പെരുവന്താനം പഞ്ചായത്തിലെ TR&D എസ്റ്റേറ്റിലെ ചേന്നാപ്പാറ, മതമ്പ അടക്കമുള്ള മേഖലകളിലെ കുട്ടികളും പഠിക്കുന്നത് കൊമ്പുകുത്തി സ്കൂളിലാണ്. ജീപ്പ്, ഓട്ടോറിക്ഷ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആശ്രയം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ചിരുന്ന ജീപ്പിന് മുന്നിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. അന്ന് അത്ഭുതകരമായിട്ടാണ് വിദ്യാർത്ഥികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 5 മാസത്തിനിടെ പെരുവന്താനം കോരുത്തോട് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. 2 പേരെയും കൊലപ്പെടുത്തിയത് ഒരേ ആന തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അക്രമകാരിയായ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ആളുകൾ കടുത്ത ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്ന അക്രമകാരിയായ ആന പതിയിരുന്നാണ് മനുഷ്യരെ ആക്രമിക്കുന്നതെന്നും പറയുന്നു. ആനയുടെ സാന്നിധ്യം മനുഷ്യർ തിരിച്ചറിയുമ്പോഴേക്കും ആക്രമണം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. NCPS വൈക്കം ബ്ലോക്ക് ശില്പശാല ഉഴവൂർ വിജയൻ നഗറിൽ നടന്നു. NCPS ബ്ലോക്ക് പ്രസിഡന്റ് P. അമ്മിണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഐയുടെ ദുർവാശിയാണ് ഇന്ത്യയിൽ BJPക്ക് വളരാൻ മാർഗം ഉണ്ടാക്കിക്കൊടുത്തത് എന്നും ആ കോൺഗ്രസുകാർ വൈകുന്നേരങ്ങളിൽ RSS ആയി മാറുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ ചെറുകര, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ, സംസ്ഥാന സെക്രട്ടറി TV ബേബി, മുരളി പുത്തൻവേലി, ബെന്നി മൈലാടൂർ, ഷിബു P. അറയ്ക്കൽ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാക്കന്മാരെ ആദരിച്ചു. തുടർന്ന് ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ PK രാജൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ P. അമ്മിണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അജീഷ് കുമാർ, കാണക്കാരി അരവിന്ദാക്ഷൻ,
റഷീദ് കൊട്ടപ്പള്ളി, അഡ്വക്കേറ്റ് നവീൻ ചന്ദ്രൻ, അക്ഷയലാൽ എന്നിവർ സംസാരിച്ചു. പ്രായോഗികമാക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം കൈമടക്കിയത്. പക്ഷേ 1980 അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഇന്ന് കേരളം ഭരിക്കുന്നത് 2ാം തവണയും തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോട്ടങ്ങളുണ്ട്, കുറേയൊക്കെ ന്യൂനതകളുണ്ട്, കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാം ശരിയായി എന്ന് പറയുന്നില്ല. പക്ഷേ ശരിയേക്കുള്ള പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ് നീതി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തമാക്കാൻ, കരുത്തുറ്റതാക്കാൻ, ഗ്രാമാന്തരങ്ങളിൽ അതിൻ്റെ സന്ദേശം എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് NCP. പല പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ടാണ് നമ്മൾ NCPയും NCPSുമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ പതറാതെ, ആ പ്രതിസന്ധികളിൽ തകരാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ്മയാണ്. പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചോ, മാനിഫെസ്റ്റോകൾ വായിച്ചോ, പാർട്ടി ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചോ അല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്നത്. നമുക്ക് മുന്നിലുള്ള ആളുകളെയും നമ്മുടെ പിന്നിലുള്ള ആളുകളെയും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെയും ജീവിതചര്യകളുമായി, അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ പ്രസംഗങ്ങളും വാക്കുകളും പ്രവൃത്തികളും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് പലരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും പ്രവർത്തകരാകുന്നതും. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം കുറെ കൂടെ ശക്തമാക്കാൻ, ഉജ്ജ്വലമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ആ കരുത്ത് തെളിയിക്കേണ്ടത്? അത് CPMനെ വളർത്തിക്കൊണ്ടോ CPIയെ വളർത്തിക്കൊണ്ടോ അല്ല. ശക്തമായ മഴ പെയ്താൽ കോട്ടയം ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമായി കരൂർ പള്ളിഭാഗം മാറിയിരിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ. പാലാ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ മഴക്കാലമായിട്ടും തുറക്കാത്തതിനാലാണ് പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. മുനിസിപ്പൽ അധികൃതരുടെ അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും സജി കുറ്റപ്പെടുത്തി. അടിയന്തരമായി ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പാലായിൽ നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ് യാത്രക്കാരുമായി കരൂർ ഭാഗത്ത് റോഡിൽ കയറിയ വെള്ളത്തിൽ കുടുങ്ങി. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ബസ് തള്ളിക്കയറ്റിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. ഈ പ്രദേശത്ത് വെള്ളം കയറ്റം സ്ഥിരമായതിനാൽ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ മുനിസിപ്പാലിറ്റിയിലെ കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാം, ആ ചെക്ക് ഡാം മഴക്കാലമാകുമ്പോഴും ആ ചെക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാത്തത് മൂലം ഇന്ന് കരൂര് പള്ളി പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം റോഡിൽ കോട്ടയം ജില്ലയിൽ ആദ്യം ഒരു നല്ല മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമായി ഇന്ന് കരൂർ പ്രദേശം മാറിയിരിക്കുകയാണ്. ഇതുമൂലം വലിയ അപകടങ്ങൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വലിയൊരു അപകടമുണ്ടായി, അത് ഒഴിവായി. നമുക്കറിയാം, 5:30 പാലായിൽ നിന്ന് പുറപ്പെടുന്ന നിലമ്പൂർ ബസ്, ആ ബസ് നേരെ ആ വെള്ളത്തിൽ വന്ന് കുടുങ്ങി ഈ വലിയ അപകടമുണ്ടായി. നാട്ടുകാർ ഓടിക്കൂടി ആ ബസ് തള്ളി മാറ്റിയത് കൊണ്ടാണ് അപകടം ഒഴിവായത്. ഇത് പാലാ മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ് ഈ പ്രശ്നത്തിന് കാരണം. മുനിസിപ്പൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ചെക്ക് ഡാം തുറന്നു വിടണം. കരൂരിലെ ജനങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യാത്ര ചെയ്യാൻ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ പോവുകയാണെന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ശേഷം പാലാ സ്വദേശിയായ യുവാവ് തൂങ്ങി മരിച്ചു. രാമപുരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മരങ്ങാട്ടിലാണ് സംഭവം. മീനച്ചിൽ അമ്പാട്ട് ആൽബിൻ ബിനോയിയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. മരങ്ങാട് ബിനോയിയും പിതാവും ചേർന്ന് നടത്തിയിരുന്ന ഫാം ഹൗസിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ കിടത്തി ചികിത്സ നിഷേധിച്ച് ഗവൺമെന്റ് ആതുരാലയങ്ങൾ. ജില്ലയിൽ 402ഓളം കിടപ്പുരോഗികൾക്കുള്ള കിടക്കകൾ പ്രയോജനമില്ലാതെ നശിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായതോടുകൂടിയാണ് കിടത്തി ചികിത്സ മുടങ്ങിയത്. ഇടുക്കി ജില്ലയിൽ 24 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്തി ചികിത്സ നൽകുവാൻ 504 കിടക്കകളുണ്ട്. എന്നാൽ 3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിടത്തി ചികിത്സയുള്ളൂ എന്നതാണ് വസ്തുത. ഇവിടെയുള്ളതാകട്ടെ 102 കിടക്കകൾ മാത്രം. അതേസമയം ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള കിടത്തി ചികിത്സയുമാണ്. ബാക്കി 402 കിടക്കകൾ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ്. കിടത്തി ചികിത്സ നിലച്ച ആശുപത്രികളെല്ലാം മുൻപ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അക്കാലത്ത് മിക്കതിലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. പിന്നീട് ഇവ കുടുംബാരോഗ്യ കേന്ദ്രമായപ്പോഴാണ് കിടത്തി ചികിത്സ നിലച്ചത്. ദേവികുളം, കാമാക്ഷി, വാഴത്തോപ്പ്, ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 10 വീതവും കരുണാപുരം, വാത്തിക്കുടി, കോടിക്കുളം, കുമാരമംഗലം, അയ്യപ്പൻകോവിൽ, കൊക്കയാർ, ഇളന്തേശം, കാഞ്ചിയാർ,
കഞ്ഞിക്കുഴി, രാജകുമാരി തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 24 വീതവും കിടക്കകളും, മുട്ടത്ത് 16, പുറപ്പുഴ 8, പെരുവന്താനം 4, രാജാക്കാട് 16, ചിത്തിരപുരം 34, വണ്ടൻമേട് 44, ഉപ്പതറ 30 എന്നിങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള കിടക്കകളുള്ളത്. ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇവിടെയുള്ള നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ കിടത്തി ചികിത്സ നിഷേധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഈ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് പൊതുജനം മനസ്സിലാക്കുന്നത്. ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നല്ല ഹോസ്പിറ്റൽ ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വകാര്യ രോഗികളെ സഹായിക്കുക മാത്രമല്ല, അന്യ ജില്ലകളിൽ നിന്നുള്ള DMOമാർ വന്ന് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഓവർ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു മുൻകൈ എടുക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ഈ ജില്ലയെ സംബന്ധിച്ച് ഈ മന്ത്രിയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപവും ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ജനം ഒന്നിച്ചിറങ്ങി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. ജില്ലയിൽ 51 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആകെയുള്ളത്. ഇതിൽ സായാജ്ഞ OP ഉള്ളത് 3 എണ്ണത്തിൽ മാത്രമാണ്. വൈകിട്ട് 4 വരെ OP ഉള്ളത് 5 എണ്ണത്തിലും. സർക്കാർ ആതുര സേവനങ്ങളെ അട്ടിമറിക്കാൻ സ്വകാര്യ ആശുപത്രി ലോബികൾ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആതുര സേവന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.